നമസ്കാരം. കേരളത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നു. ഒരു പാർട്ടിയുടെ വനിതാ നേതാവ് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ഇവിടെ വന്ന് വോട്ട് ചോദിക്കാനും പാടില്ല എന്ന്. ഇതൊരു സാധാരണ രാഷ്ട്രീയ വാക്കേറ്റമല്ല. ഇത് നേരെ ജനാധിപത്യത്തിന്റെ മുഖത്തേക്ക് എറിഞ്ഞ വെല്ലുവിളി തന്നെയാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. ഇന്നൊരു സ്ഥാനാർത്ഥിയെ വഴിയിൽ തടയുന്നു. നാളെ ഒരു സാധാരണ വോട്ടറെ പോലും തടയാൻ ശ്രമിച്ചാൽ അതിന് ആരാണ് ഉത്തരവാദി? പക്ഷെ ഇവിടെ BJP ഉദ്ദേശിച്ച രീതിയിൽ കഥ പോയില്ല. തടഞ്ഞ സ്ഥാനാർത്ഥി ഇത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണെന്ന് മനസ്സിലാക്കിയിട്ടും കോപത്തോടെ പ്രതികരിച്ചുമില്ല. ശാന്തനായി ഒരു വരി പറഞ്ഞു. ആ ഒരു വരി ഇപ്പോൾ പാലക്കാട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കളി തന്നെ തിരിച്ച് എഴുതുകയാണ്. ഒരു ചെറിയ തട്ടകത്തിൽ ശക്തി കാണിക്കാൻ പോയ BJP ഇപ്പോൾ വലിയ തിരിച്ചടിയായി കേരളം മുഴുവൻ നിന്ന് വിയർക്കുകയാണ്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? അമ്മമാർ ഒന്നടക്കം തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. BJPയുടെ ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് അവർ തുറന്നു പറയുന്നു. ഇതൊരു വാർത്തയല്ല, ഇതൊരു മാറുന്ന രാഷ്ട്രീയത്തിന്റെ അടയാളമാണ്. ഇതിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്നും ഈ ഒരു സംഭവം എങ്ങനെ കേരളത്തിന്റെ മുഴുവൻ കളി മാറ്റുന്നുവെന്നും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത ഒരു പാർട്ടി, എന്നാൽ അവരുടെ പ്രവർത്തകർ കാണിക്കുന്ന ദാഷ്ട്യം ഇന്ന് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ സംഭവമേ അല്ല. ഇത് ജനാധിപത്യത്തിന്റെ അതിവരമ്പുകൾ തന്നെ തുറന്ന് ചോദ്യം ചെയ്യുന്ന സംഭവമാണ്. ഒരു കൗൺസിലർ, അതും ഒരു പ്രദേശത്തെ ജനപ്രതിനിധി, മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ വരാൻ പാടില്ല, ഇവിടെ വോട്ട് ചോദിക്കാനും പാടില്ല എന്ന് തുറന്നു പറയുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് നടന്നിരിക്കുന്നു, അതും പാലക്കാട്. അത് വെറുമൊരു രാഷ്ട്രീയ തർക്കമായി കാണാൻ പറ്റാത്തൊരു സംഭവമാണ് സുഹൃത്തുക്കളെ. കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിയെ അല്ല, ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന അവകാശങ്ങളെയാണ്. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പാലക്കാട് ഇറങ്ങിയപ്പോൾ സിന്ധു രാജ് എന്ന BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ തടഞ്ഞു എന്നതാണ് ഞെട്ടിക്കുന്ന സത്യമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊരു രാഷ്ട്രീയ മത്സരമല്ല സുഹൃത്തുക്കളെ, ഇതൊരു നേരിട്ടുള്ള ഭീഷണിയുടെ സന്ദേശമാണ്. നിങ്ങൾ ഇവിടെ വരരുത് എന്നാണ് രമേശ് പിഷാരടിയോട് വാൺ ചെയ്തത്. എന്നാൽ ചോദ്യം ഇതാണ്, ഈ നാട് ആരുടേതാണ്? ഒരു പാർട്ടിയുടേതാണോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനങ്ങളുടേതാണോ? ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്ന ഒരാളെ തടയാൻ ശ്രമിക്കുമ്പോൾ അതൊരു പാർട്ടിയുടെ അതിക്രമമോ അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളത്തെ മുഴുവൻ ഉയരുന്നത്. ഒരു നിമിഷം നിങ്ങൾ നിർത്തി ഒന്ന് ചിന്തിക്കൂ. ഇന്ന് ഒരു സ്ഥാനാർത്ഥിയെ വഴിയിൽ തടയുന്നു. നാളെ ഒരു സാധാരണ വോട്ടറെ പോലും തടയാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നിവിടെ വോട്ട് ചോദിക്കരുത് എന്ന് പറയുന്നു. നാളെ ഇവിടെ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ആരുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാകും? അല്ലെങ്കിൽ നിയന്ത്രിത സംവിധാനം ആയി മാറുമോ കേരളം? ഇതാണ് ഇപ്പോൾ സാധാരണ ആളുകൾക്കുള്ള യഥാർത്ഥ ഭയം. അതുകൊണ്ടാണ് ഈ സംഭവം ഒരു ചെറിയ വാർത്തയായി തള്ളിപ്പോകാതെ നേരെ ജനങ്ങളുടെ ചങ്കിലേക്ക് തുളച്ചു കയറിയത്. കാരണം ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യനും ഉള്ളിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇത് ശരിയാണോ? അതോടൊപ്പം കോപവും ഉയരുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ അനുവദിക്കാമോ? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പലരിൽ നിന്നും ഉയരുന്നത്. കാരണം ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഒരു വനിതാ നേതാവ് ഇങ്ങനെ തുറന്നു ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലോ ഉണ്ടാകണം എന്നത് ഉറപ്പ്. അതാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ വീടുകളിലും വഴികളിലും സോഷ്യൽ മീഡിയകളിലും ഇപ്പോൾ ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ജനങ്ങൾ ചർച്ചാ വിഷയമായി മാറ്റിയിട്ടുണ്ട്.
പക്ഷേ ഇവിടെ BJP കണക്കൂട്ടുന്നത് പോലെ കാര്യങ്ങൾ പോയില്ല. അവർ കരുതുന്നത് സംഭവ സ്ഥലത്ത് വലിയ സംഘർഷം ഉണ്ടാകുമെന്നും വിവാദമുണ്ടാകും എന്നൊക്കെയാണ്. അതവർക്ക് വലിയ ഗുണം ചെയ്യും എന്നും അവർ കരുതി. പക്ഷേ അവിടെ സംഭവിച്ചത് അതിന് തികച്ചും വിപരീതമാണ്. അവർ ശക്തി കാണിക്കാൻ ഇറങ്ങിയ നിമിഷം തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി. കാരണം അവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായി. പലരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റ്. ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുമെന്ന് കരുതിയെടുത്ത് ഒരു രാഷ്ട്രീയ പാഠമാണ് അവിടെ രൂപപ്പെട്ടത്. പിഷാരടി ഒരിക്കൽ ശബ്ദമുയർത്തിയാൽ, ഒരു വാക്ക് കടുപ്പത്തിൽ പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീ പീഡനം, അക്രമം എന്നൊക്കെ മാറ്റുന്ന ഒരു ട്രാപ്പ് അവിടെ വ്യക്തമായിരുന്നു. രാഷ്ട്രീയത്തിൽ പലരും വീണ ട്രാപ്പ് തന്നെയാണ്. ഒരിക്കൽ കോപം കാട്ടിയാൽ അതെല്ലാം തിരിച്ച് ആയുധമാക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ട്രാപ്പ്. പക്ഷേ അവിടെ പിഷാരടി വീണില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അതാണ് ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത്. അയാൾ ആ കളിയിൽ വീണില്ല എന്ന് ഉറക്കെ പാലക്കാട്ടുകാരും കേരളത്തിലെ യുവജനങ്ങളും ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ പിഷാരടി എന്താണ് ചെയ്തത്? അദ്ദേഹം ശാന്തനായി നിന്നു, വലിയ നിയന്ത്രണം പാലിച്ചു. ഞാൻ ജനങ്ങളോട് സംസാരിക്കാൻ വന്നതാണ് എന്ന നിലപാട് വ്യക്തമായി അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. ഇതൊരു സാധാരണ പ്രതികരണമായിരുന്നില്ല. ഇത് വലിയ രാഷ്ട്രീയ ബുദ്ധിയും നിയന്ത്രണവും കാണിക്കുന്ന പ്രതികരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു നിമിഷമാണ് പിഷാരടിയുടെ ഇമേജ് കുതിച്ചു കയറുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ തുറന്നു പറയുന്നത് പിഷാരടി കലഹമുണ്ടാക്കാൻ വന്നയാളല്ലെന്നും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ വന്നവനാണ്. ഇങ്ങനെ ഒരു പെർസെപ്ഷൻ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് മുഴുവൻ കളിയും മാറുന്നത്. ഒരു വശത്ത് തടയൽ, മറ്റൊരു വശത്ത് സഹിഷ്ണുത, ഒരു വശത്ത് ഭീഷണി, മറ്റൊരു വശത്ത് ആത്മവിശ്വാസം. ഒരു സാധാരണ വോട്ടർക്ക് ഇത്രയും മാത്രം മതി. വലിയ സിദ്ധാന്തങ്ങൾ ഒന്നും വേണ്ട, വലിയ വാദപ്രതിവാദവും വേണ്ട. ഈ രണ്ട് ചിത്രങ്ങൾ മതി, പിന്നെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കും. അതാണ് ഇപ്പോൾ പാലക്കാട്ട് നടക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ട് മുഴുവൻ ഒരു വലിയ ചോദ്യം പൊട്ടിത്തെറിക്കുകയാണ്. തോൽവി പേടിയില്ലെങ്കിൽ പിന്നെ പ്രചാരണം എന്തിനാണ് തടയുന്നത്? ഈ ഒരു ചോദ്യം തന്നെ ഒരു വലിയ രാഷ്ട്രീയ ബോംബാണ്. ഇതൊരിക്കൽ ജനങ്ങളുടെ മനസ്സിൽ കയറിയാൽ പിന്നെ അത് പുറത്തു വരില്ല. കാരണം ഇതൊരു ലോജിക്കാണ്, ആരും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വലിയ ലോജിക്ക്. അതായത് ആത്മവിശ്വാസമുള്ള പാർട്ടി എപ്പോഴും പറയും എല്ലാവരെയും കേൾക്കൂ, പിന്നെ നിങ്ങൾ തീരുമാനമെടുക്കൂ എന്നുള്ളത്. എന്നാൽ പേടിയുള്ള പാർട്ടി പറയും അവനെ കേൾക്കണ്ട, അവനെ നിങ്ങളുടെ വീട്ടിൽ കയറ്റണ്ട എന്നൊക്കെ. ഇതിൽ തന്നെ കേരളത്തിലെ സാക്ഷരരായ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് ഉറപ്പുണ്ട്. ഇവിടെ പിഷാരടിയുടെ ഇമേജ് കുതിച്ചുയരുകയാണ്. അതായത് ഇന്നുവരെ ഒരു സിനിമാക്കാരനായോ ഒരു TV അവതാരകനായോ ഒക്കെ കണ്ട പിഷാരടിയെ ഇന്ന് തികഞ്ഞ ഒരു ജനസ്നേഹിയും രാഷ്ട്രീയക്കാരനുമായി പാലക്കാട്ടെ ജനങ്ങൾ കാണാൻ തുടങ്ങി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതിന് ഇന്നലത്തെ ഈ സംഭവത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടമ്മ ഞങ്ങളോട് സംസാരിച്ചു. ആ വീട്ടമ്മ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്ര മാത്രമാണ് പിഷാരടി എന്ന വ്യക്തിത്വം പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സിലേക്കും പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും അമ്മമാരുടെയും മനസ്സിലേക്കും കയറി പറ്റിയതെന്ന്. അവിടെ BJP ശരിക്കും വട്ടപൂജ്യമായി കഴിഞ്ഞു. പിഷാരടി എന്ന വലിയ വ്യക്തി പാലക്കാട്ട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആ പിഷാരടിയുടെ ഇന്നലത്തെ ആ സമന്വയം തീർച്ചയായും കേരളത്തിൽ വലിയൊരു തരംഗമായി മാറും എന്നതിന് ഒരു സംശയമില്ല. നിങ്ങൾ ആ വീട്ടമ്മയുടെ ശബ്ദമൊന്ന് കേട്ടു നോക്കൂ. ഇന്ന് പാലക്കാട് നടന്ന ഈ ഒരു സംഭവത്തോടു കൂടി പാലക്കാട് ജനങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി. പാലക്കാട് BJP അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. കാരണം അധികാരം കിട്ടാതെ തന്നെ അവരുടെ ഏരിയയിലേക്ക് ഒരാൾ കടക്കരുത്, അവരുടെ ഏരിയയിലേക്ക് ഒരാൾ വരരുത് എന്ന് ഇന്ന് തന്നെ നിരോധിത ബോർഡ് വെക്കണമെങ്കിൽ നാളെ അവരെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളെ കിടത്തി പൊറപ്പിക്കുവോ? നമ്മളെ ഇരുത്തുവോ? അപ്പൊ ഇന്ന് ഓരോ ജനങ്ങളും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ചിന്തിച്ച് മനസ്സിലാക്കി നാളെ 9-ാം തീയതി ബാലറ്റിൽ വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ദൈവം നേരത്തെ കണ്ണി കാണിച്ചു തന്നതാണ്. അതിനുള്ള ആദ്യത്തെ ദൃഷ്ടാന്തമാണ് ഇത്.
ഇതിൽ നിന്ന് ജനം പഠിക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇതിൽ കൂടുതലൊന്നും, ഇതിലും എക്സ്ട്രീമാണ് ഇവരിൽ നിന്ന് ഇനിയും നമുക്ക് വരാൻ പോകുന്നത്. ഇതൊരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഈ കണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണമല്ല. ഒരു തൃശ്ശൂര് കൊടുത്തിട്ട് തൃശ്ശൂരിന്റെ മേധാവി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാ ജനങ്ങളും കാണുന്നുണ്ടല്ലോ. ആളുകളെ കാണുമ്പോൾ സാനിറ്റൈസർ ചെയ്തുകൊണ്ട് ഒന്ന് കൈ കൊടുത്തതിന് അപ്പൊ സാനിറ്റൈസർ ചെയ്യുക. അപ്പൊ ജനങ്ങളോട് എങ്ങനെ സമീപിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ട നേതാക്കന്മാർ ഒരുപാടുണ്ട്. രമേശ് പിഷാരടി വലിയൊരു ഫിലിം ഫീൽഡിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് ആ രീതിയിലുള്ള ഒരുവിധ സമീപനം ആ വ്യക്തിയിൽ നിന്നില്ല. ഈ 10-12 ദിവസമായി ആ വ്യക്തി പാലക്കാട് ക്യാൻവാസിങ് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ കാണുന്നുണ്ട്. ഓരോ ജനത്തെയും ചേർത്ത് പിടിച്ച് അവരിലേക്ക് അടുപ്പിക്കുകയാണ്. ആ വ്യക്തി എത്രമാത്രം, ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ഈ ചെറിയ നാളുകൾ കൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റും. കാരണം അത്രയും മാത്രം ആ വ്യക്തി ജനങ്ങളിലേക്ക് ഇഴുകി ചേർന്ന് വരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി. നല്ലൊരു MLAയും നല്ലൊരു മുതൽക്കൂട്ടാണ് രമേശ് പിഷാരടി എന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. പാലക്കാടിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു വമ്പൻ പ്രൈസാണ്. കാരണം ഒരിക്കലും വോട്ട് ചെയ്തവർക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം ആ വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ജനങ്ങളെ സേവിക്കാൻ അറിയാം, സ്നേഹിക്കാൻ അറിയാം, എങ്ങനെ നല്ല രീതിയിൽ ഏതൊരു വ്യക്തികളോടും എങ്ങനെ മറുപടി പറയണമെന്നും എങ്ങനെ വ്യക്തമായ കാര്യങ്ങൾ പറയണമെന്നുള്ള നല്ല ബോധമുള്ള നല്ലൊരു വ്യക്തിയാണ്. ഇതുപോലെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും ഒന്നും പോകുന്ന ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയല്ല. വളരെ നല്ലൊരു വ്യക്തിത്വമാണ്. അതുപോലെ എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി വോട്ട് ചെയ്യുക. കേരളം കംപ്ലീറ്റ് UDF തരംഗം വരണം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണിത്. കാരണം നമുക്ക് വേണ്ടത് ജനങ്ങൾക്ക് സംരക്ഷണമാണ്. നമ്മളെ സംരക്ഷിക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മളെ ശിക്ഷിക്കുന്നതും നമ്മളെ അടക്കി ഭരിക്കുന്നതും നമ്മളെ അടിമകളാക്കുന്നവരെ അല്ല. നമ്മൾ ആദ്യം അടിമകളല്ല. ആ കാലഘട്ടങ്ങളൊക്കെ പണ്ട് കാലത്ത് കഴിഞ്ഞുപോയി. ഇനി അടിമത്തത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായി നമ്മളെല്ലാവരും ഇന്ന് ഏതൊരു വ്യക്തികളും സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ നമ്മളുടെ ചിന്താഗതിയിലേക്ക് അപ്പം നമ്മളെ ഒരു സമൂഹം അടക്കി ഭരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക. പിഷാരടിക്ക് അനുകൂലമായി ആ വ്യക്തി വരുന്നത് എല്ലാവർക്കും നന്മയ്ക്കും നീതിയും എല്ലാ നന്മകളും നമുക്ക് ഉണ്ടാകാനുള്ള നല്ലൊരു 5 വർഷം നല്ലൊരു സുവർണ കാലമായിരിക്കും എന്നുള്ളതിലൊരു തർക്കവുമില്ല. വളരെ നല്ല ഒരു വ്യക്തിയാണ്. എന്തായാലും നല്ലൊരു ചോയ്സാണ്. പാലക്കാടിന് ഒരുപാട് നല്ലൊരു ചോയ്സാണ് പിഷാരടി എന്നൊരു നല്ലൊരു വ്യക്തിയെ കിട്ടിയത്. MLA ആയി നമ്മുടെ ഒപ്പം എന്നും തുടരാൻ നമ്മളെല്ലാവരും സഹായിക്കണം. നമ്മളെല്ലാവരും പിഷാരടിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. കാരണം പിഷാരടിക്കാണ് എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഈ 3 കാൻഡിഡേറ്റ്സിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ആരാണ് ബെസ്റ്റ് എന്ന്. ആ ബെസ്റ്റ് ഏതൊരു യുക്തിയുള്ള ഏതൊരു മനുഷ്യർക്കും മനസ്സിലാക്കാൻ പറ്റും. പിഷാരടി എന്ന വ്യക്തിയിൽ നിന്ന് കാണുന്ന ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ആ പ്ലസ് പോയിന്റ്സുകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളെയും കുറ്റം പറയുന്നില്ല, ഒരാളെയും തെറ്റ് പറയുന്നില്ല, ഒരാളെയും ഒന്നും പറയുന്നില്ല. വ്യക്തി വളരെ നല്ല രീതിയിൽ ചിട്ടയായ രീതിയിൽ ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ആൾക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ആ വ്യക്തി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അധികാരത്തിൽ വന്ന ആ വ്യക്തിക്ക് കിട്ടുമ്പോൾ ആ ഉത്തരവാദിത്തം ആ വ്യക്തി ഭംഗിയായി ചെയ്ത് നിറവേറ്റി നമുക്ക് തുടർന്ന് നമ്മുടെ എല്ലാ സേവനങ്ങൾക്കും ഉണ്ടാവുമെന്നുള്ള നല്ല പൂർണ്ണ വിശ്വാസവും ഉറപ്പും ഞങ്ങൾ പാലക്കാട് ജനതയ്ക്ക് പിഷാരടിയിലുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ പാലക്കാട്ടെ ഈ വീട്ടമ്മയുടെ ശബ്ദത്തിലെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ സംഭവം കൊണ്ട് BJP പാലക്കാട്ട് തവിട് പൊടിയായെന്ന് മാത്രമല്ല, പിഷാരടി എന്ന വലിയ വ്യക്തിയെ പാലക്കാട്ടുകാർക്കും അതുപോലെ കേരള ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുത്തു ഈ സംഭവം എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു വീട്ടമ്മ മാത്രമല്ല, ഒരുപാട് വീട്ടമ്മമാരും യുവജനങ്ങളും ഞങ്ങളോട് സംസാരിച്ചു. അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ മനസ്സ് പറയുന്നത്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതിനാൽ അത് ഞങ്ങൾ അവതരിപ്പിക്കുന്നില്ല. മറ്റൊരവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം വ്യക്തമായി, പാലക്കാട് പിഷാരടി തൂക്കി.
അതിന് ഒരു വലിയ സുവർണ അവസരമാണ് BJP ഒരുക്കിക്കൊടുത്തത് എന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരൊറ്റ നിമിഷം മതി രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഗതി മാറാൻ, വോട്ട് നിലമാറാൻ, ജനങ്ങളുടെ മനോഭാവം മാറാൻ. ഇന്നലെ വരെ ഒരു സിനിമാക്കാരനും TV അവതാരണമായിരുന്ന പിഷാരടി ഇന്ന് ഇപ്പോൾ പാലക്കാടിന്റെ MLA ആയി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. ഇനി പിഷാരടിയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് അറിയുകയേ വേണ്ടൂ എന്നാണ് പാലക്കാട് ഞങ്ങളോട് സംസാരിച്ച വീട്ടമ്മമാരുടെ ഭാഷ്യം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കട്ടെ. അവരുടെ അഭിപ്രായങ്ങളും നമ്മൾക്ക് സ്വരൂപിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും അറിയിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കും, ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമന്റുകളും വ്യക്തമായ മറുപടിയും ഇവിടെ തന്നെ ഞങ്ങൾ നൽകും എന്നും ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.